ഇത് ക്യൂ പിയിൽ 1000 ക്യൂവിൽ 900 അല്ലേ? ഓക്കെ അഡ്വാൻസ് ഇത് നെക്കി പിടിക്കുക. ശരി 30 സെക്കൻഡ്. ഓക്കെ 30 സെക്കൻഡിന് പോസ് ആകാം. അടി 25 ഊരണ്ടേ ഇപ്രാവശ്യം 400 ആവശ്യമായിട്ട് പോകുള്ളൂ. ഒരുക്കോ 25. ആ 25 ആകുമ്പോൾ ഇത് വരുക. ആ ശരി 30 ആകുമ്പോൾ ഇളക്കും അല്ലേ? 30. ആ പോകുന്നുണ്ട്. അപ്പോൾ തീറ്റ 1 1.2 അതിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തുന്ന നോക്കണേ. അപ്പുറത്തോട്ട് 1.2 അല്ല 2 ആണ്. 2 1.9. 2 1.9. അപ്പോൾ ഇതിനകത്ത് തീറ്റ 1 എത്രയും? 2 തീറ്റ 3 1.9. തീറ്റ 1 2 തീറ്റ 3 1.9 അല്ലേ? എന്നുവെച്ചാൽ കീ ഇടുക. എന്നിട്ട് അടുത്ത് വരിക ഈ സാധനം തിരിച്ചിടുക. ആ എന്നിച്ച് പിന്നെ ഇത് നേരെ തിരിച്ചിടുക അല്ലേ? അവിടെ ഒന്ന് തിരിച്ചിടുക. അത് അതാ ത്രൂ മറ്റേ ആഫ്റ്ററിലേക്ക് ത്രൂ സെക്കൻഡ് സൈഡ് ലീക്കേജ് അടുത്തേനാണ്. അവിടെ ലീക്കേജ് നീ വിട്ടേ. ഇത് ത്രോ അല്ലേ? ത്രോ ആണ്. ഫസ്റ്റ് ത്രോ ആണ് തീറ്റ 1. ഇവിടെ 30 സെക്കൻഡ്. ആ ഇനി 30 സെക്കൻഡ്. എടാ നെക്ക് ടൈമർ വെച്ച് ആ വെച്ചോ. ടൈമർ ഇനി 30 സെക്കൻഡ് നെക്കി പിടിക്കുക. 25 ആവനെ ഈ എടുത്തോ. അവേച്ചെടുത്തോ 30. ഇപ്പുറ സൈഡിലേക്ക് അല്ലേ? 2.2. ആ തീറ്റ 1 തീറ്റ 2 തിരിച്ച പോയിന്റിലേക്ക് തന്നെ എത്തും. 2.2 2.1 അപ്പോൾ ആദ്യത്തെ റൈറ്റിൽ ഇവിടെയല്ലേ? ഇവിടെ ആ ത്രോറ്റ് 1 സൈഡ് അതർ സൈഡ്. ഇവിടെ 2 അങ്ങനെ ചെയ്തോ ഏകദേശം വരുന്നത് 2.2 അല്ലേ? ആ പീലെത്രയും 2 അല്ലേ? 2. ആ ക്യൂല് 8 അല്ലേ? 8. 30 സെക്കൻഡ്. ഇത് ഇങ്ങോട്ട് ഇടാ. നെക്കി പിടിക്കുക. 25 എടുക്കുക. എടുക്കാൻ പറയണേ. പലനോട്ടാ പര ഇത് വിട്ടോടി 30 വിട്ടോടി. വേലോ കാണേ. അതിങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം വന്നിട്ട് വണ്ടിലേക്ക് 4 നേരത്തെ 4.1 4. ആ 4 ചെറിയൊരു പോയിന്റിന് 4 അല്ലേ? 4.1. ആ 4.1 തീറ്റ 1 പിന്നെ കീടുക തിരിച്ചിടുക. എല്ലാം കൂടി ഇപ്പം പൊരിയാന്നറിയില്ല. അയച്ച നീ ഒന്ന് തൊട്ട് പിടിച്ചു വന്നത്. എടാ അയച്ച ഇതൊന്നും തൊട്ട് പിടിക്കടാ. അത് 30 സെക്കൻഡ് നീക്കിപ്പിടുക. ഓക്കെ 25 വലിക്കുക. 30 27 28 29 30 3.2 3.2 അല്ലേ? 3.2 3.1. എടാ ഇത് ഇങ്ങോട്ട് കിടക്കണം. ഒന്ന് 3.2 ഓക്കെ. പി ക്യൂ 5000 എടുക്കുക. ലാസ്റ്റ് വരുന്ന വാല്യൂ എന്തായാലും 5 റീഡിങ് ഉണ്ടോ? ഇപ്പോൾ 2ലും 5000 എടുക്കുക വെച്ചാൽ 10 ഓസിലേഷൻ എടുക്കും. 25 ആകുമ്പോൾ കീ എടുക്കണ്ടേ? അവിടെ 23 അവിടെ എടുത്തോ 30 അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും, പക്ഷെ ടൈം പീരീഡ് ഫിക്സഡ് ആയിരിക്കും. 10 ഓസിലേഷൻ കിട്ടാനായിട്ടൊന്നുമില്ല. 15 സെക്കൻഡ് 20 സെക്കൻഡ് ആയാലും ലാസ്റ്റ് അല്ലല്ലോ. അല്ല ഇത് ഈ സെല്ലൊക്കെ ഇനി ഓഫ് ചെയ്യാം. ഓസിലേറ്റ് ചെയ്തോളൂ. അതിൻ്റെ ടൈം എടുക്കണ്ടേ? ടൈം എടുത്തിട്ടില്ലേ? നമുക്ക് അറിയാലോ. ഒരു സൈഡ് എത്തുമ്പോൾ എന്താ റീഡിങ് എടുക്കാനുണ്ടായിരുന്നോ? അല്ലല്ല വെറുതെ ചെയ്തോ. അത് കുഴപ്പമില്ല.
ടൈം ഇവിടെ ലാസ്റ്റ് 10 ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം 0 വെച്ചൊരു പോയിന്റ് എടുത്ത ഒരു പോയിന്റിലേക്ക് പോകും. പൂജ്യത്തിലേക്ക് ഉണ്ടാവും. അങ്ങോട്ടേക്ക് പോയിട്ട് ടൈമർ സ്റ്റാർട്ട് ആക്കുക. എന്നിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന്. 0 ഈടെ എത്തിച്ച് മാത്രം ടൈമർ സ്റ്റാർട്ട് ആക്കും. ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒന്ന്. അങ്ങനെ 10 ടൈം എടുക്കും. ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ 2. അങ്ങനെ 10 ടൈം എടുത്ത സാധനം കഴിയും. ഓക്കെ.